രഞ്ജുവിൻ്റെ കണ്ണുകളിൽ നിർവികാരത മാത്രമായിരുന്നു. അത് അവരായിരുന്നു, അനുപമയും ഹരിയും. രഞ്ജുവിനെ കണ്ടതും അവരുടെ ചുണ്ടിൽ ഒരു പുച്ഛം വിടർന്നു. എന്താ രഞ്ജിത്ത് ദിവാകർ, കോളേജിലേക്കൊന്നും കാണാനില്ലല്ലോ? ഡോ, കൂടുതൽ ഷോ ഇറക്കാതെ പോകാൻ നോക്ക. അർജുൻ അവന് നേരെ ചീറി. അർജു വേണ്ട, രഞ്ജു അവനെ തടഞ്ഞു. നീ കോളേജിൽ വരില്ല, അതുകൊണ്ട് നിന്നെ വന്ന് കാണണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. എന്തായാലും രണ്ടും ഒന്നിച്ചു നടന്നു. രഞ്ജിത്ത് മുഷ്ടി ചുരുട്ടി നിന്നു. എന്താ ഇവിടെ നിന്നാണോ ആലോചിക്കുന്നേ? അത് ഇവളൊന്ന് വീണു. രഞ്ജുവിൻ്റെ കണ്ണുകൾ ഒരു മാത്ര പിടഞ്ഞുപോകും. വീണോ? അവൻ്റെ കണ്ണുകൾ അവളിൽ തെന്നി വീണു. ഇവൾ ഗർഭിണിയാണെന്ന്. ഒരിക്കൽ മുറിവേറ്റതിലൂടെ വീണ്ടും ആഴത്തിൽ കീറി വരയ്ക്കുന്നു. അവിടെ നിന്നും ചോര ചീറ്റി ഒഴുകുന്നത് കണ്ട് രസിക്കുന്ന രണ്ട് ചെന്നായ്ക്കൾ. അതായിരുന്നു ഹരിയും അനുപമയും. പ്രഹസനം കഴിഞ്ഞെങ്കിൽ ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ്, അർജുൻ അലറി. സമാധാനപ്പെട അർജുനെ. അപ്പോഴാണ് അവൻ തീർത്ഥയെ കാണുന്നത്. അവളുടെ കത്തുന്ന സൗന്ദര്യം അവനെ വല്ലാതെ ഭ്രമിപ്പിച്ചു. ഇതേതാ രഞ്ജിത്തെ ഈ പീസ്? ഭാര്യയുടെ കുറവ് അറിയാതിരിക്കാനാണോ? ഒരു വഷളൻ ചിരിയോടെ അവളെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. അർജുൻ്റെയും രഞ്ജിത്തിൻ്റെയും ഉള്ളിൽ ദേഷ്യവും വെറുപ്പും തിളച്ചു പൊന്തി. പെട്ടെന്ന് അർജുൻ അവനെ തല്ലാൻ കൈയാഞ്ഞതും അതിനു മുന്നേ ഒരു ചവിട്ടേറ്റ് നിലവിളിയോടെ ഹരി തെറിച്ചു വീണിരുന്നു. അർജുനും രഞ്ജിത്തും അവിടേക്ക് നോക്കി. കണ്ണുകൾ ഉയർത്തി നോക്കിയ ഹരിയും ഞെട്ടി. തീക്കനൽ പോലെ ജ്വലിക്കുന്ന കണ്ണുകളുമായി ദിവാകർ. ഒരു വഷളൻ ചിരിയോടെ അവളെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. അർജുൻ്റെയും രഞ്ജിത്തിൻ്റെയും ഉള്ളിൽ ദേഷ്യവും വെറുപ്പും തിളച്ചു പൊന്തി. പെട്ടെന്ന് അർജുൻ അവനെ തല്ലാൻ കൈയാഞ്ഞതും അതിനു മുന്നേ ഒരു ചവിട്ടേറ്റ് നിലവിളിയോടെ ഹരി തെറിച്ചു വീണിരുന്നു. അർജുനും രഞ്ജിത്തും അവിടേക്ക് നോക്കി. കണ്ണുകൾ ഉയർത്തി നോക്കിയ ഹരിയും ഞെട്ടി. തീക്കനൽ പോലെ ജ്വലിക്കുന്ന കണ്ണുകളുമായി ദിവാകർ. ഈ നിൽക്കുന്ന ബാധയെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തന്നതിൻ്റെ നന്ദി കൊണ്ട്. ദേ, ഈ ചെറ്റയെ കണ്ട് എന്നെ നന്നായി പൊട്ടം കളിപ്പിച്ചു പോയ നീ മറ്റൊരാളെ കാണുമ്പോൾ അവിടുന്ന് ചാടില്ലെന്ന് എന്തടി ഉറപ്പ്? അനുപമയെ ചൂണ്ടി അവൻ പറയുന്നത് കേട്ട് അവൾ വിളറിപ്പോയി. ഉച്ച സമയമായതുകൊണ്ട് അധികം ആൾക്കാർ അവിടെ ഇല്ലായിരുന്നുവെങ്കിലും കണ്ട ചിലർ അവരെ പരിഹസിക്കുന്നുണ്ടായിരുന്നു. അർജുനാവട്ടെ, ഇതെൻ്റെ ഏട്ടനല്ല, എൻ്റെ ഏട്ടൻ ഇങ്ങനല്ല എന്ന പോലെ കണ്ണും തള്ളി നിൽക്കുന്നു. ദിവാകറിൻ്റെയും തീർത്ഥയുടെയും അവസ്ഥ വിഭിന്നമല്ല. ദിവാകർ ഒരു നിമിഷം രഞ്ജിത്തിനെ നോക്കി. എന്നിട്ട് ഹരിയോട് പറഞ്ഞു, ഇവൾ ആരാണെന്നല്ലേ നിനക്കറിയേണ്ടത്? ഇവൾ രഞ്ജുവിൻ്റെ ഭാര്യയാകാൻ പോകുന്നവളാ. അത് കേട്ട് എല്ലാവരും ഞെട്ടി. അതൊക്കെ എപ്പോ? തീർത്ഥയും അർജുവും രഞ്ജുവും അന്തം വിട്ടു നിന്നു. ഹരി അപ്പോഴും തീർത്ഥയുടെ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു. തീർത്ഥ അസ്വസ്ഥതയോടെ അവനെ നോക്കി. അനുവും അവളെ നോക്കി നിൽക്കുകയായിരുന്നു. എന്തൊരു സൗന്ദര്യാണ്! നിറം മങ്ങി തുടങ്ങിയ ഒരു കോട്ടൺ ചുരിദാറാണ് വേഷം. എങ്കിലും അവളുടെ ഭംഗി! മഠത്തിൽ തറവാടിൻ്റെ ആസ്തി നന്നായി അറിയാമായിരുന്നു. അവനിലൂടെ ആ സ്വത്തൊക്കെ അനുഭവിക്കാനാണ് അവനെ പ്രണയിക്കുന്നത് പോലെ നടിച്ചത്. അപ്പോൾ ബിസിനസ് വേണ്ടത്രേ, അധ്യാപനമാണ് ഇഷ്ടമെന്ന്. അവൻ ബിസിനസ് ഏറ്റെടുത്തില്ലെങ്കിലും പേരിൽ സ്വത്തുണ്ടാവുമെന്നാണ് കരുതിയത്. അപ്പോൾ ഒന്നും വേണ്ട, എല്ലാം അർജുൻ്റെ പേർക്ക് എഴുതിയാൽ മതിയെന്ന്. എങ്കിലും അവൻ്റെ പേര് ചേർത്ത് മറ്റൊരാളുടെ പേര് കേൾക്കുമ്പോൾ, തന്നെ തലോടിയ കൈകൾ മറ്റൊരാളെ പുൽകാൻ ഉയരുമെന്ന് കേൾക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്നു. അവനെ ഞാൻ വേണ്ടെന്ന് വെച്ചെങ്കിൽ അത് മറ്റാർക്കും വേണ്ട. അനുവിൻ്റെ കണ്ണുകളിൽ മറ്റൊരു ഭാവം നിറഞ്ഞു. അതേസമയം ഒരാൾ കയ്യിലെ ഫോട്ടോയിലേക്ക് വിരലുകൾ കൊണ്ട് തഴുകി, ചുണ്ടുകൾ കൊണ്ട് അതിലേക്ക് അമർത്തി ചുംബിച്ചു. എന്നിട്ട് കയ്യിലിരുന്ന സൂചി കയ്യിലേക്ക് കുത്തി അതിലെ മയക്കുമരുന്ന് അവിടെ ഇഞ്ചക്ട് ചെയ്തു. ആ ചിത്രത്തിലെ മുഖം അത് തീർത്ഥയുടേതായിരുന്നു. അടുത്തു നിന്ന പെൺകുട്ടി ആ രൂപത്തെ ആസക്തിയോടെ നോക്കി. ആ മുറിയിൽ സീൽക്കാരങ്ങൾ മുഴങ്ങുമ്പോഴും വികാരത്തിൻ്റെ മൂർധന്യതയിലും ആ രൂപത്തിൻ്റെ ചുണ്ടുകളിൽ തീർത്ഥ എന്ന പേര് ഒരു മന്ത്രണം പോലെ കേട്ടുകൊണ്ടിരുന്നു. ഇറങ്ങിക്കോണ ഇപ്പോൾ ഇവിടുന്ന്, ദിവാകർ മുരണ്ടു. അനുപമയും ഹരിയും പകയോടെ അവിടെ നിന്നിറങ്ങി. അച്ഛൻ ഇത് എന്തൊക്കെയാ അവരോട് പറഞ്ഞത്? രഞ്ജിത്ത് അസ്വസ്ഥതയോട് ചോദിച്ചു. നീ കണ്ടില്ലേ അവരുടെ മുഖത്തെ പുച്ഛം? എനിക്കപ്പോൾ അങ്ങനെ പറയാനാ തോന്നിയത്. നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവുന്നത് അവർക്ക് സഹിക്കില്ലല്ലോ.
അവൻ ഒന്ന് മൂളി. മോളെ, വിഷമം തോന്നരുത് കേട്ടോ. ആ പോയത് ഇവന്റെ മുൻഭാര്യയാണ്. അവൾക്കിരുന്ന് കൊട്ടാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സാരമില്ല അങ്കിൾ. രഞ്ജിത്തിന്റെ മുഖം മാറുന്നത് കണ്ട അർജുൻ കണ്ണുകൾ കൊണ്ട് അച്ഛനെ വിലക്കി. തീർത്ഥയുടെ മുഖത്ത് നിറഞ്ഞ സംശയം കണ്ട് അവൻ പിന്നെ പറയാമെന്ന് ചുണ്ടനക്കി. അവർ നേരെ അവളുടെ മുത്തശ്ശന്റെ അരികിലേക്ക് നടന്നു. അപ്പോഴാണ് അവിടെ പുറം തിരിഞ്ഞു നിൽക്കുന്ന രണ്ടുപേരെ അവർ കണ്ടത്. ഒരു സ്ത്രീയും ഒരു ചെറുപ്പക്കാരനും. തീർത്ഥയെ കണ്ടയുടനെ ആ സ്ത്രീയുടെ മുഖം ഇരുളുന്നത് അവർ വ്യക്തമായി കണ്ടു. അപ്പച്ചി, തീർത്ഥ വിറയലോടെ മന്ത്രിച്ചു. അസത്തെ, നീ ഒറ്റ എഴുത്തി കാരണമാ എൻ്റെ അച്ഛൻ ഇങ്ങനെ കിടക്കുന്നത്. നല്ലൊരു കുടുംബത്തിലൊരു കെട്ടിച്ചു വിട്ടിട്ടും ആ പൊന്നുപോലുള്ള ചെക്കനെയും കളഞ്ഞിട്ട് വന്നേക്കോ നാശൂലം. അവർ അവളെ തല്ലാനായി കൈ ഓങ്ങിയതും അർജുൻ അത് തടഞ്ഞു. തീർത്ഥ പേടിച്ചരണ്ട് നിൽക്കുകയായിരുന്നു. നീ ആരാടാ എൻ്റെ കൈ തടയാൻ? ഓഹോ, ഇപ്പൊ നീയാണോ അവളെ വെച്ചോണ്ടിരിക്കുന്നത്? ദേ, മര്യാദയ്ക്ക് സംസാരിച്ചോണം. വെറുതെ നിന്ന് ഒച്ചപ്പാടുണ്ടാക്കാനുള്ള ഭാവമെങ്കിൽ ഇറങ്ങിക്കോണം ഇവിടെ നിന്ന്. ഇതൊരു ഹോസ്പിറ്റലാണ്. ആരാടാ നീ ഇത് പറയാൻ? അടുത്ത് നിന്ന് ആ ചെറുപ്പക്കാരൻ ചൂടായി. ഞാനോ? ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ ഓണർ. മോൻ ഓണറായിരുന്നോ? പറയണ്ടേ എൻ്റെ മോനെ, ഈ നശിച്ചവൾ കാരണമാണ് പാവ എൻ്റെ അച്ഛൻ ഈ കിടക്കുന്നത്. അതിൻ്റെ വിഷമത്തിലാണ് ഞാൻ. അത്രയും നേരം ചാടിത്തുള്ളി നിന്നവർ പെട്ടെന്ന് കുഞ്ഞാടിനെ പോലെ ആയത് കണ്ട് അവൾ അന്തം വിട്ടു നിന്നു. മുത്തശ്ശിനു വയ്യ, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വരാമോ എന്ന് ഇവരെയും ഇവരുടെ മോനെയുമാണ് വിളിച്ചത്. അപ്പോൾ ഓരോ ഒഴിവുകഴിവ് പറഞ്ഞു നിന്നവരാണ് ഈ അഭിനയിച്ച് തകർക്കുന്നത് എന്ന് തീർത്ഥ ആലോചിച്ചു. മോനെ, നീ കേൾക്കണം. ഈ നിൽക്കുന്ന എൻ്റെ മോൻ ആര്യൻ അന്നേ ഇവളെ കെട്ടാമെന്ന് പറഞ്ഞതാ. ഇവളുടെ അച്ഛൻ, അതായത് എൻ്റെ ചേട്ടൻ, അന്നത് സമ്മതിച്ചില്ല. ഇനിയിപ്പോ ഇവൻ തന്നെ നിന്നെ കെട്ടും. മോന് ഇവൾ ജീവനാന്നേ. ഒരു കെട്ട് അഴിഞ്ഞതാണെങ്കിലും ഇവൻ ഇവൾ മതിയെന്ന. ആര്യൻ്റെ കണ്ണുകൾ അവളുടെ ശരീരമാകെ പരതി നടന്നു. അവൻ്റെ നോട്ടം അവളിൽ അറപ്പുളവാക്കി. അത് ശ്രദ്ധിച്ച രഞ്ജിത്ത് അവളെ മറഞ്ഞു നിന്നു. ആര്യൻ അവനെ നോക്കി പല്ല് കഴിച്ചു. തീർത്ഥ ഒരാശ്വാസം എന്ന പോലെ അവൻ്റെ തണലിൽ പതുങ്ങി നിന്നു. ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ ജോൽസിനെ ഒന്ന് കണ്ടിരുന്നു. 2 ആഴ്ച കഴിഞ്ഞൊരു മുഹൂർത്തം ഉണ്ടെന്ന് അയാൾ പറഞ്ഞത്. സ്വന്തം അച്ഛൻ ജീവന് വേണ്ടി പോരാടുമ്പോൾ മകൾ വിവാഹം ആലോചിക്കുന്നു. ദിവാകരന് ദേഷ്യം ഇരച്ചു കയറി. സ്വയം മറന്ന് എന്തെങ്കിലും പറയുന്നതിന് മുൻപേ സരസ്വതിയുടെ ശബ്ദം അവിടെ മുഴങ്ങി. ദേവകി, നിനക്ക് പോകാം. അദ്ദേഹം ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ വേണം നിന്റെ. സംസാരം പൂർത്തിയാക്കാനാകാതെ അവർ നിന്ന് കിതച്ചു. ദേവകി എന്തോ പറയാഞ്ഞതും അവർ കൈയെടുത്ത് തടഞ്ഞു. തീർത്ഥ ഓടിച്ചെന്ന് അവരെ താങ്ങി അവിടെ ഇരുന്ന കുപ്പിയിൽ നിന്നും വെള്ളം എടുത്തു കൊടുത്തു. ദേവകി ആര്യനെയും വിളിച്ച് പിറുപിറുത്തുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. അവൾ അങ്ങനെയാ മക്കളെ, സ്വന്തം കാര്യം അവൾക്ക് വലുത്. അച്ഛാ, ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഇറങ്ങിയാലേ, രഞ്ജിത്ത് ദിവാകരനോട് പറഞ്ഞു.